വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചെറിയാൻ ഫിലിപ്പ് ഖേദം പ്രകടിപ്പിച്ചു. ഫേസ്ബുക്കിലാണ് ചെറിയാൻ ഫിലിപ്പിന്റെ ഖേദപ്രകടനം. തന്റെ പരാമർശങ്ങൾ സ്ത്രീ സമൂഹത്തിന് വിഷമമുണ്ടാക്കിയെങ്കിൽ നിർവ്യാജം ഖേദിക്കുന്നുവെന്ന് ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. സ്ത്രീയുടെ അഭിമാനബോധത്തെ വ്രണപ്പെടുത്താൻ മരണം വരെ ഇഷ്ടപ്പെടുന്നില്ല. പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കാൻ ചിലർ ബോധപൂർവം ശ്രമിച്ചുവെന്നും ചെറിയാൻ ഫിലിപ്പ് വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി എസ് ജീവൻകുമാർ ചേരുന്നു. ജീവൻ, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ പുതിയ പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു? പ്രജീഷ്, ഇന്നലെ രാവിലെ 8 മണിയോടുകൂടിയാണ് ചെറിയാൻ ഫിലിപ്പ് തൃശ്ശൂരിലെ യൂത്ത് കോൺഗ്രസ്സുകാർ ഉടുപ്പഴിച്ച് സീറ്റിന് വേണ്ടി സമരം നടത്തിയതിനെ ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടത്. ഇത്തരത്തിൽ ആ പോസ്റ്റ് പിന്നീട് വളരെ വിവാദമാകുന്ന ഒരു സാഹചര്യമുണ്ടായി. നിരവധി ആളുകൾ അതിനെ എതിർത്തും അനുകൂലിച്ചും കമൻ്റ് ചെയ്യുന്ന ഒരു രീതിയും പൊതുവിലുണ്ടായി. കേരളീയ പൊതുസമൂഹത്തിൽ വ്യത്യസ്തമായ രണ്ടഭിപ്രായങ്ങൾ ഈ കാര്യത്തിൽ ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉടലെടുത്ത സാഹചര്യത്തിലാണ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കാതെ എന്നാൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ചെറിയാൻ ഫിലിപ്പ് തൻ്റെ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ഫേസ്ബുക്കിലെ എൻ്റെ പരാമർശങ്ങൾ സ്ത്രീ സമൂഹത്തിന് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലെനിക്ക് നിർവ്യാജമായ ഖേദമുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു സ്ത്രീയെപ്പോലും ഞാൻ വേദനിപ്പിക്കുകയോ അപമാനിക്കുകയോ ചെയ്തിട്ടില്ല. സമൂഹത്തിലെ ചില അനഭിലഷണീയമായ പ്രവണതകളെ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അവയെ സാമൂഹ്യ മധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ചിലർ ശ്രമിച്ചതിൽ അത്യഗാധമായ ദുഃഖമുണ്ട്. ഒരു സ്ത്രീയുടെയും അഭിമാനബോധത്തെ വ്രണപ്പെടുത്താൻ ഞാൻ മരണം വരെയും ഇഷ്ടപ്പെടുന്നില്ല. തീർച്ചയായും ഈ വരികളിൽ അദ്ദേഹം പറയാൻ എന്താണോ ശ്രമിച്ചത് അതെല്ലാമുണ്ട്. അദ്ദേഹം പറയാൻ ശ്രമിച്ച വാക്കുകളെ സമൂഹത്തിൽ കോൺഗ്രസിനുള്ളിൽ ചില അനഭിലഷണീയമായ പ്രവണതകൾ നിലനിന്നിരുന്നു. അത് ചൂണ്ടിക്കാണിക്കാൻ മാത്രമാണ് ശ്രമിച്ചത്. അതിനപ്പുറത്തേക്കും ഏതെങ്കിലും ഒരു സ്ത്രീയുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലേക്ക് വ്രണപ്പെടുത്തണമെന്ന് ബോധപൂർവമായ ഉദ്ദേശത്തോടു കൂടി താൻ പ്രവർത്തിച്ചിട്ടില്ല, പെരുമാറിയിട്ടില്ല. അഥവാ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ താൻ അതിൽ നിർവ്യാജമായ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് കോൺഗ്രസിൻ്റെ പഴയകാല മുതിർന്ന മുൻകാല നേതാവ് ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ പോസ്റ്റിട്ടിരിക്കുന്നത്. പ്രജീഷ്, വിവാദ പോസ്റ്റിൽ ചെറിയാൻ ഫിലിപ്പിന്റെ ഖേദപ്രകടനം വിശദാംശങ്ങളാണ് എസ് ജീവൻകുമാർ നൽകിയത്. കശ്മീരിൽ സ്വതന്ത്ര MLA എഞ്ചിനീയർ റാഷിദിന് നേരെ കറുത്ത മഷി പ്രയോഗം. ദില്ലി പ്രസ് ക്ലബിൽ ഹിന്ദുസേന പ്രവർത്തകരാണ് മഷി പ്രയോഗം നടത്തിയത്. ബി ഫെസ്റ്റിവൽ നടത്തിയതിന് നേരത്തെ എഞ്ചിനീയർ റാഷിദിനെ BJP MLA മാർ കയ്യേറ്റം ചെയ്തിരുന്നു. വിശദാംശങ്ങളുമായി മനുശങ്കർ ചേരുന്നു. മനു, രാജ്യതലസ്ഥാനത്ത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അമിത്ഷായും പ്രധാനമന്ത്രിയും അടക്കം കഴിഞ്ഞ ദിനങ്ങളിലെ വികാസങ്ങളെ അപലപിച്ചുകൊണ്ട് അമിത്ഷാ അടക്കം മീറ്റിങ്ങിനായി ഇത്തരം വാദഗതികൾ ഉന്നയിച്ചവരെ ദില്ലിക്ക് വിളിപ്പിച്ചു. അതിനുശേഷം എന്തായാലും പരിവാർ സംഘടനയുടെ ഭാഗത്തു നിന്ന് തന്നെ ദില്ലിയിൽ വെച്ച് തന്നെ നടപടി കൈക്കൊണ്ടിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ഏതെങ്കിലും ഒരു പ്രതികരണം ഹിന്ദുസേനയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വന്നിട്ടുണ്ടോ? പ്രജീഷ്, ഇപ്പോൾ കരിമഷി പ്രയോഗത്തിന് ശേഷം നാടകീയ സംഭവങ്ങൾക്കാണ് രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. കരിമഷി പ്രയോഗത്തിന് ഇരയായ റാഷിദ് എഞ്ചിനീയർ ഇപ്പോൾ കാശ്മീർ ഹൗസിന് മുമ്പിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രധാനമന്ത്രിയെ നേരിട്ട് ഇതേ വേഷത്തിൽ തന്നെ കണ്ട് പരാതി ബോധിപ്പിക്കണമെന്ന് ഉന്നയിച്ചുകൊണ്ട് കുത്തിരിപ്പ് സമരം നടത്തിയിരുന്നു. തുടർന്ന് പോലീസുകാരടക്കം ഇയാളെ ഇവിടെ നിന്ന് മാറ്റുന്നതിനായി മുന്നോട്ട് വന്നതിനെ തുടർന്ന് രാജ്നാഥ് സിംഗിനെ കണ്ടെങ്കിലും ഇക്കാര്യം ബോധിപ്പിക്കാനുള്ള അവകാശം നൽകണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾ പിന്നീട് പരിഗണിക്കാമെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ റാഷിദ് എഞ്ചിനീയർക്ക് മുമ്പാകെ വിവരങ്ങൾ നൽകിയിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ കുത്തിയിരിപ്പ് സമരവും റാഷിദ് MLA അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ പ്രതിഷേധങ്ങൾ ഇനിയും തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കുത്തിയിരിപ്പ് സമരത്തിൽ നിന്ന് റാഷിദ് MLA എണീറ്റിട്ടുണ്ട്. എന്തായാലും കടുത്ത പ്രതിഷേധങ്ങളാണ് രാജ്യവ്യാപകമായി ഇതിനെതിരെ ഉയരുമെന്നും റാഷിദ് MLA കൂട്ടിച്ചേർക്കുന്നു. അതേസമയം കരിമഷി പ്രയോഗം നടത്തിയ 2 ഹിന്ദുസേന പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് തുഗ്ലക് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വച്ചിരിക്കുകയാണ്. വ്യക്തമാണ്. മനുശങ്കറാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനുമായി BCCI നാളെ ദില്ലിയിൽ ചർച്ച നടത്തും. ഇന്ത്യ-പാക് ക്രിക്കറ്റ് ബന്ധം അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് മുംബൈയിലെ BCCI ആസ്ഥാനത്ത് ശിവസേന നേരത്തെ ആക്രമണം നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ചർച്ചാവേദി ദില്ലിയിലേക്ക് മാറ്റിയത്. ഇന്ത്യയിലെത്തിയ പാക് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനുമായുള്ള നിർണായക ചർച്ചകളാണ് ഇന്ന് തീരുമാനിച്ചിരുന്നത്. 2012-2013 ശേഷം നിലച്ചുപോയ ഇന്ത്യ-പാക് ക്രിക്കറ്റ് പരമ്പര പുനരാരംഭിക്കുക എന്നതായിരുന്നു പ്രധാന അജണ്ട. ഇതിനെതിരെയാണ് ശിവസേന യോഗം നടക്കുന്ന BCCI ഹാളിലേക്ക് പ്രതിഷേധം നടത്തിയത്. BCCI അധ്യക്ഷനിലേക്ക് തള്ളിക്കയറി ശശാങ്ക് മനോഹരെ ശിവസേന പ്രവർത്തകർ ഗരാവോ ചെയ്തു.
പാക് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചും പാക് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷൻ ഷഹരിയാർ ഖാൻ തിരിച്ചു പോകണമെന്ന പ്ലക്കാർഡുകളും കരിങ്കൊടികളും ഉയർത്തിയായിരുന്നു ശിവസേനയുടെ പ്രതിഷേധം. 50ഓളം ശിവസേന പ്രവർത്തകർ മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലെ BCCI ആസ്ഥാനത്തിന് പുറത്തും പ്രകടനം നടത്തി. നവംബർ 26-ലെ മുംബൈ ഭീകരാക്രമണത്തിൽ നിരപരാധികളായ നിരവധി മഹാരാഷ്ട്രക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്നും അതിനാൽ പാകിസ്ഥാനുമായി ക്രിക്കറ്റ് ബന്ധം ആവശ്യമില്ലെന്നുമാണ് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയുടെ നിലപാട്. പ്രതിഷേധം നടത്തിയ ശിവസേന പ്രവർത്തകരെ മുംബൈ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശിവസേനയുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സര പരമ്പര ഉപേക്ഷിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. എന്നാൽ പ്രതിഷേധിക്കാനുള്ള അവകാശം മാത്രമാണ് ശിവസേന നടപ്പാക്കിയതെന്ന് BJP പ്രതികരിച്ചു. എന്നാൽ രാജ്യത്തിന്റെ താൽപര്യത്തിന് വിരുദ്ധമായി BCCI ഒന്നും ചെയ്യുന്നില്ലെന്നും ശിവസേനയുടെ നടപടി ഫാസിസമെന്നും IPL ചെയർമാൻ രാജീവ് ശുക്ല പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരുവനന്തപുരം കരമനയിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് VS അച്യുതാനന്ദൻ സംസാരിക്കുന്നു. അതിലേക്ക്. ഉമ്മൻചാണ്ടിയുടെ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതായിട്ടില്ലല്ലോ. തൊട്ടതിനൊക്കെ അഴിമതി നടത്തുന്ന, യാതൊരു ലജ്ജയുമില്ലാതെ അഴിമതി നടത്തി പണം തട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണമാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ 4-4.5 കൊല്ലമായി ഭരണം നടക്കുന്നു. വിലക്കയറ്റം അതിൻ്റെ എല്ലാ ഭീകരതയോടും കൂടി ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലത്ത് പൊതുവിതരണ സമ്പ്രദായം ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്തിട്ട് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വില കുറവുള്ള സാധനങ്ങൾ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് നിയന്ത്രിത വിലയ്ക്ക് അരിയും പഞ്ചസാരയും ഗോതമ്പും മറ്റ് അത്യാവശ്യ സാധനങ്ങളും വിതരണം ചെയ്തിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കേരളത്തിലെ വലിയ കുത്തകക്കാരും ജമ്മിമാരും ഭൂപ്രഭുക്കന്മാരുമായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി പൊതുവിതരണ സമ്പ്രദായം ആകെ എടുത്തു കളഞ്ഞു. അതിൻ്റെ ഫലമായി മുൻകാലങ്ങളിൽ നമ്മൾ 1 കിലോ അരിക്ക് 14 രൂപയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് നൽകിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 1 കിലോ അരിക്കാണ് എത്ര വിലയെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതല്ലോ. നിങ്ങൾക്കെല്ലാം അറിയാം. 10, 35, 40 രൂപയാണ് ഇന്നിപ്പോൾ വില കയറിയിരിക്കുന്നത്. അതിനേക്കാൾ കൂടുതലുണ്ടോ ഇവിടെയെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ഇതേപോലെ മനുഷ്യൻ ജീവിക്കേണ്ട അത്യാവശ്യ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില നിയന്ത്രിച്ച് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഒരു ഭരണവും കാഴ്ചവെക്കാൻ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഏറ്റവും നാണം കെട്ട നിലയിൽ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സരിതാ എസ് നായർ, നിങ്ങൾ കേട്ട് കാണുമല്ലോ, മുഖ്യമന്ത്രിയുടെ ഒരു കൂട്ടുകാരിയാണ്, പ്രമാണിച്ചിയാണ്. അവര് മുഖ്യമന്ത്രിയുമായി ഒത്ത് വലിയ വ്യവസായികൾക്ക് വില കുറച്ച് വൈദ്യുതി കൊടുക്കാമെന്ന് പറഞ്ഞു, സൂര്യനിൽ നിന്നുള്ള വൈദ്യുതി വില കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി. മാസങ്ങൾ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും വാങ്ങിയ പണത്തിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അതേ സംബന്ധിച്ച് സരിതായസ്ഥായുള്ള വഞ്ചനയെ സംബന്ധിച്ച് പരാതിക്കാർക്ക് പറയാനുള്ളത് എവിടെയാണ്? മുഖ്യമന്ത്രിയുടെ അടുക്കൽ. മുഖ്യമന്ത്രി പറഞ്ഞാൽ വരട്ടെ, നോക്കട്ടെ, എല്ലാം തന്നെ ഞാൻ ഉടനെ ശരിയാക്കാം എന്ന മറുപടിയല്ലാതെ കാശ് വാങ്ങി കബളിപ്പിക്കപ്പെട്ട ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ആശ്വാസം നൽകുന്ന നടപടി ഗവൺമെന്റ് സ്വീകരിക്കാൻ തുനിഞ്ഞിട്ടുണ്ടോ? സരിതാ എസ് നായർ വാങ്ങുന്ന പണത്തിന്റെ പകുതി ആരെ ഏൽപ്പിക്കും? മുഖ്യമന്ത്രിയെ. ഈ തരത്തിൽ കോഴ പങ്കിടുന്ന ഒരു മുഖ്യമന്ത്രി
ഇതേപോലുള്ള കൊള്ളുകില്ലായ്മകൾ നിയന്ത്രിക്കാൻ നടപടിയെടുക്കുമോ? നടപടിയെടുക്കില്ല. ഈ തരത്തിൽ അത്യാവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ കാര്യത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന വഞ്ചന പോലെ തന്നെ കേരളത്തിലെ വലിയ കച്ചവടക്കാരും വ്യവസായികളുമായിട്ടുള്ള ആളുകൾക്ക് ആശ്വാസം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പണം വാങ്ങുകയും അവർക്ക് ആശ്വാസ നടപടികൾ ഒന്നും തന്നെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന കറക്ക് കമ്പനിക്കാർക്ക് കൂട്ടുനിൽക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിമത പ്രശ്നം കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പോരായി വളർന്നു. കണ്ണൂരിൽ വിമതരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. അതേസമയം വിമതർക്കെതിരെ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം കോഴിക്കോട് DCC തള്ളി. മലപ്പുറത്ത് 3 മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചുവിടണമെന്ന ആവശ്യവുമായി ജില്ലാ കോൺഗ്രസ് നേതൃത്വം KPCCക്ക് കത്തയച്ചു. ആദ്യഘട്ടത്തിൽ മുന്നണിക്കകത്തെ പ്രശ്നമായിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ കോൺഗ്രസിനകത്തെ ആഭ്യന്തര കലാപമായി വിമത പ്രശ്നം മാറിയിരിക്കുകയാണ്. കോഴിക്കോട് വിമതനായ രംഗത്തുള്ള DCC അംഗം രമേശ് നമ്പിയത്ത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് KPCC ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. DCC പ്രസിഡന്റിന്റെ വിശ്വസ്തനും A ഗ്രൂപ്പ് നേതാവുമായ രമേശ് നമ്പിയത്തിനെതിരെ നടപടിയെടുക്കാത്തതിൽ മറ്റു ഗ്രൂപ്പുകളിൽ നിന്നും ശക്തമായ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. എന്നാൽ ഇവർക്കെതിരെ നടപടിയെടുക്കില്ലെന്ന നിലപാടിൽ DCC പ്രസിഡന്റ് KC അബു ഉറച്ചു നിൽക്കുകയാണ്. അവർക്ക് ഒരവസരം കൂടി നൽകണം. ഇന്ന് തന്നെ നിങ്ങൾ നേരിട്ട് എല്ലാവരുമായി ഒരു തവണ കൂടി ബന്ധപ്പെടണം എന്ന നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തവണ കൂടി എല്ലാവരുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമേ ആ നടപടി ഞങ്ങൾ സ്വീകരിക്കൂ. മലപ്പുറത്ത് 6 വിമതർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് നേതൃത്വം KPCCക്ക് കത്തയച്ചു. ചെറിയമുണ്ടം, മാറാക്കര, കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. DCC പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി KPCCയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾക്കെതിരെയും പാർട്ടി നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് പ്രബലുകളായി രംഗത്ത് വന്നവർക്കെതിരായി അച്ചടക്ക നടപടിയെടുക്കുന്നതിന് വേണ്ടി KPCCയോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ KPCCയിൽ നിന്നും നടപടി ഉണ്ടാകും. കണ്ണൂരിൽ വിമതരായ മത്സരരംഗത്ത് വന്ന 6 പേരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. എന്നാൽ K സുധാകരൻ പക്ഷവുമായി ഇടഞ്ഞു നിന്നവർക്കെതിരെ വ്യക്തിവൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുകയായിരുന്നുവെന്ന ആരോപണവുമായി ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട്. വിമത പ്രശ്നം രൂക്ഷമായ തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലും നടപടി ആവശ്യവുമായി ജില്ലാ നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകളോടൊപ്പം കോഴിക്കോട് നിന്നും സിജു കണ്ണൻ. ഇന്ത്യ പ്രസ് ക്ലബിന്റെ മാധ്യമരത്ന പുരസ്കാരം കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസിന് ചിക്കാഗോയിൽ സമ്മാനിക്കും. ഇന്ത്യ പ്രസ് ക്ലബിന്റെ 6ാമത് ചിക്കാഗോ കോൺഫറൻസിന്റെ ഭാഗമായാണ് അവാർഡ് സമ്മാനിക്കുക. അടുത്ത മാസം 19, 20, 21 തീയതികളിലാണ് കോൺഫറൻസ്. നിർഭയമായ മാധ്യമ പ്രവർത്തനത്തിന്റെ ഉത്തമ മാതൃകയാണ് ജോൺ ബ്രിട്ടാസ് എന്ന് ചിക്കാഗോ ഇന്ത്യ പ്രസ് ക്ലബ് വിലയിരുത്തി. മറ്റുള്ളവർ കടന്നു ചെല്ലാൻ ഭയപ്പെടുന്ന മേഖലകളിൽ ഇറങ്ങിച്ചെന്ന വ്യക്തിത്വമാണ് ബ്രിട്ടാസിൻ്റെതെന്നും അധികൃതർ അറിയിച്ചു. ജീവകാരുണ്യ മേഖലയിലെ സമഗ്ര സംഭാവന പരിഗണിച്ച് ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിനെ ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബ് സദ്ഭാവന അവാർഡ് നൽകി ആദരിച്ചു. അമേരിക്കയിലെ ന്യൂയോർക്കിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്വീൻസ്ബറോ വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റിക് പാർട്ടി നേതാവുമായ ഗ്രോഡൻ ചിക് അവാർഡ് ബോബി ചെമ്മണ്ണൂരിന് നൽകി. ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലോകത്തിന് മാതൃകയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു.